അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അതൊരു കടലാസ് കമ്മിറ്റിയാണ്. അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കണ്ടെത്തുക എന്നുള്ളതാണ് അഡ്വോക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടത്. മണി മാറ്റേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾക്കൊന്നും അധികാരമുള്ളൊരു കമ്മിറ്റിയല്ല. പക്ഷേ നമ്മുടെ സംഘടന എന്നുള്ള നിലയിലും എല്ലാവരും നമ്മൾ പരസ്പരം അറിയുന്നവരെന്നുള്ള നിലയിൽ ഒരു വെൽഫെയറിന്റെ ഭാഗമായി നിലവിലെ പ്രശ്നങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലയിലാണെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലൊക്കെ പരമാവധി ഇടപെട്ടുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളും അതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതെ, ഞങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി ഇന്നലെ ആദ്യത്തെ യോഗം കൂടി. ഗണേഷ് ചേട്ടനും ഷാജോൻ ചേട്ടനും മാത്രം ഓൺലൈനിലും ഞങ്ങൾ ബാക്കിയുള്ളവർ അമ്മയുടെ ഓഫീസിൽ ചെന്ന് ഇന്നലെ ഞങ്ങളുടെ ആദ്യത്തെ യോഗം കൂടി. ആദ്യത്തെ യോഗത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ നമ്മളൊരു പൊതുമാധ്യമത്തിൽ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് തെരഞ്ഞെടുപ്പ് പരമാവധി വേഗത്തിൽ നടത്തുക, പുതിയൊരു കമ്മിറ്റിയെ കൊണ്ടുവരിക. നിലവിൽ അമ്മ എന്ന് പറയുന്നൊരു സംഘടന, ഞാനൊക്കെ 90കളുടെ അവസാനം അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെ പങ്കെടുത്ത് സിനിമയിൽ നമ്മൾ കാണുന്ന നായകനും വില്ലനും ഒക്കെ കൂടെ ഒന്നിച്ച് വന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് കണ്ട് കൊതിയോടെ നിന്നൊരു സംഘടന. ഒരുപക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിട്ട് ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലൊരു മാനസികമായ വേദന എല്ലാവർക്കും ഉള്ളതുപോലെ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും വ്യക്തികൾ അമ്മ സംഘടനയിൽ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നീക്കങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി നടത്തപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ഉറപ്പായിട്ടും ക്ഷണിക്കും. നമ്മളെല്ലാവരോടും സംസാരിച്ചു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസുബയോട് സംസാരിച്ചു, മല്ലികാന്റിയോട് സംസാരിച്ചു, ബാബു എല്ലാ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസുബയുടെ ഒക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും 2 വശങ്ങളും കേൾക്കുകയും അതിന് നിലവിൽ അവർ പെട്ടെന്ന് വളരെ വൈകാരികമായി, ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിക്കുകയും പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട്, ചിലതൊന്നും അത്ര ഗൗരവമുള്ളതല്ല. ഇതിനെല്ലാം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറ്റുന്നിടത്തോളം പരിഹാരങ്ങൾ കാണണമെന്നും ആ സംഘടന, ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, വെള്ളപ്പൊക്കം വന്നപ്പോൾ 500 പേരേ ഉള്ളൂ ഈ സംഘടന. വെറും 500 പേരുള്ള സംഘടന നമ്മൾ താരസംഘടന എന്ന് പറയുന്നതിലൊരു 15 പേരുണ്ടാകും, സോ കോൾഡ് താരങ്ങൾ എന്ന് വിളിക്കാവുന്നത്. ബാക്കിയെല്ലാം വളരെ അവസരങ്ങൾ കാര്യമായി ഇല്ലാത്ത, വരുമാനം കാര്യമായിട്ടില്ലാത്ത, സംഘടനയിൽ നിന്ന് കിട്ടുന്ന മരുന്നിനെ ആശ്രയിച്ചും സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടത്തിനെ ആശ്രയിച്ചും ജീവിക്കുന്നവരാണ്. അപ്പൊ അവരുടെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന 500 പേര് താഴെ മാത്രം അതിനെ കൊണ്ടുപോയി എന്ന് വളരെ പാടുള്ളൊരു കാര്യമൊന്നുമല്ല. ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം പരിഹരിക്കപ്പെടും. പുതിയ കമ്മിറ്റി വരും, അവരെല്ലാം കൃത്യമായി നോക്കിക്കോളും. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളാണല്ലോ, എത്രത്തോളം ഇടപെടാൻ പറ്റുമോ അത്രത്തോളം അതിന്റെ ആഴങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എത്രയോ നാൾ അങ്ങനെ അല്ലാതെയും കുറച്ച് പേരല്ലേ ഉള്ളൂ. നമുക്കൊരു പാനലാണെങ്കിലും പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രശ്നമില്ല. അതൊന്നും കൂട്ടായി ആലോചിച്ചേ തീരുമാനിക്കുകയുള്ളൂ.